കൂട്ടുകാരെ, ഡിസംബർ 19 അന്താരാഷ്ട്ര ചെറുധാന്യ ദിനമായി നാം ആചരിക്കുന്നു. അതിന്റെ ഭാഗമായി സ്കൂളിൽ നിന്നും നമുക്ക് ഓരോ പഠന പ്രവർത്തനം തന്നിരുന്നു. അത് എന്തു വെച്ചാൽ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് വെച്ച് ഒരു വിഭവം ഉണ്ടാക്കാനായിരുന്നു. അതിന് ഞാൻ ഇവിടെ ഉണ്ടാക്കാനായി പോകുന്നത് തിനയരി വെച്ച് അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ് വെച്ച് ഒരു സ്വാദിഷ്ടമായ ഉപ്മാവാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കസൂരി മേത്തി അഥവാ ഉലുവയുടെ ഇല ഉണക്കിയത്, ആവശ്യത്തിന് കടുക്, സവാള, പൊട്ടുകടല, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, 2 പച്ചമുളക് അരിഞ്ഞത്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ മെയിൻ സാധനമായ തിനരി അഥവാ ഫോക്സ്ടെയിൽ മില്ലറ്റ്. തിന നമുക്ക് 2 രീതിയിൽ കിട്ടാറുണ്ട്. ഇത് ഭക്ഷ്യവസ്തുവായ തിനയും ഇത് പക്ഷികൾക്ക് നമ്മൾ നൽകുന്ന തിനയുമാണ്. ഇത് ഉമ്മിക്കളയാതെ കിട്ടുന്ന തിന. ഇത് ഉമ്മിക്കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയ തിനയാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല. ആവശ്യത്തിന് എണ്ണ, നെയ്യ്. നമ്മൾ പാത്രമെടുത്ത് അടുപ്പിൽ പാത്രം ചൂടാകാനായി വെക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിടാം. അടുത്തതായി വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് ഇടാം. അടുത്തതായി പച്ചമുളക്, സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായി നമുക്കിത് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കൊരു മൂടി വെച്ച് തിളച്ച് വയ്ക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് അടച്ചു കൊടുക്കാം. പക്ഷെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം തിളച്ചു വരുന്നവരെ നമുക്ക് മൂടി വെച്ച് അടച്ചു വയ്ക്കാം. തിളച്ചു തുടങ്ങിയിരിക്കുക. ഇനി അടുത്തതായി നമുക്ക് തിന ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇത് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ തീ കുറച്ച് വയ്ക്കാം. തിനയരി ആയതുകൊണ്ട് അത്ര വേവ് കാണില്ല. ഉപ്പ് നോക്കിയ ശേഷം
ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് തന്നെ കേട്ടോ. മുക്കാൽ വേവായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തിയും മല്ലിയിലയും പൊട്ടുകടലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഉപ്പുമാവ് കഴിച്ചു നോക്കാം.